നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിനു പിന്നാലെ യുക്രൈൻ സന്ദർശനവും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. മോദിയുടെ റഷ്യ സന്ദർശനം പാശ്ചാത്യ ലോകത്തുണ്ടാക്കിയ കടുത്ത അമർഷം ഇതിന് ഉദാഹരണമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി മറ്റു പല വേദികളിലും മോദി പങ്കിട്ടിരുന്നെങ്കിലും രാജ്യങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനം വരുമ്പോൾ സാഹചര്യം അതല്ല. യുക്രൈൻ റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നത്. മോദിയുടെ റഷ്യൻ സന്ദർശനം യുക്രൈനിലുണ്ടാക്കിയ വിമർശനത്തിന് ബദലായുള്ള സന്ദർശനം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ നേതാവ്, ലോകത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കുറ്റവാളിയെ മോസ്കോയിൽ ആലിംഗനം ചെയ്യുന്നത് കാണുന്നതിൽ നിരാശയുണ്ടെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. അപ്പോൾ പിന്നെ സെലൻസ്കിയെയും മറ്റു പാശ്ചാത്യ നേതാക്കളെയും സമാധാനിപ്പിക്കാനാണോ മോദിയുടെ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരസ്പരം പോരടിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്ത്യ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നതിൽ അതിശയിക്കാനായില്ല. ദശാബ്ദങ്ങളായി തുടരുന്ന ഭൗമരാഷ്ട്രീയത്തോടുള്ള ഇന്ത്യയുടെ ചേരിചേരാ സമീപനങ്ങളിൽ മാറ്റം വരുത്താനാണ് താൻ ശ്രമിക്കുന്നതെന്ന് മോഡി വ്യക്തമാക്കിയിരുന്നു. ഒട്ടേറെ ആദ്യ സംഭവങ്ങൾ മോദിയുടെ ഈ നയത്തിന്റെ ഭാഗമായാണ്. റഷ്യയുമായി ശക്തമായ ബന്ധം തുടരുമെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണ് 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഊട്ടിയുറപ്പിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാനമായ ക്രിയാത്മകവും പങ്കുവഹിക്കാനാകുമെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു ടസ്കിന്റെ ഈ പ്രതികരണം. ഇന്ത്യ പോളണ്ട് ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മോദി വാഴ്സയിൽ എത്തിയത്. മൊറാർജി ദേശായിയാണ് ഇതിനു മുൻപ് പോളണ്ടിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മാറി നിന്ന് പറയുന്ന നിലപാടിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി. അതായത് പ്രശ്നപരിഹാര സാധ്യതകൾ ഇരുവരോടും ആരായുന്ന നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്നും സൂചനകൾ ഏറെയുണ്ട്. എന്നാൽ അവിടെയും മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇരു രാജ്യങ്ങളുമായുള്ള സൗഹൃദം നിലനിർത്തേണ്ടത് ഇന്ത്യക്കും ആവശ്യമാണ്. രമ്യതയ്ക്കും സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യം വൻ ശക്തികളുമായി ചർച്ച ചെയ്യാനാവും ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യയുടെ സൈനിക ആയുധങ്ങളുടെ 60% ഇപ്പോഴും റഷ്യൻ നിർമ്മാതാവായ റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. കാരണം ഇരു രാജ്യങ്ങളുമായുള്ള സൗഹൃദം നിലനിർത്തേണ്ടത് ഇന്ത്യക്ക് ആവശ്യമാണ്. രമ്യതയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യം വൻ ശക്തികളുമായി ചർച്ച ചെയ്യാനാവും ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യയുടെ സൈനിക ആയുധങ്ങളുടെ 60% ഇപ്പോഴും റഷ്യൻ നിർമ്മിതമോ റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ്. അവയുടെ തുടർന്നുള്ള അറ്റകുറ്റപ്പണിക്ക് യന്ത്രഭാഗങ്ങൾക്കും മറ്റും റഷ്യയെ ആശ്രയിച്ചേ തീരും. വിലക്കുറവ് മുതലെടുത്ത് ഇന്ത്യയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിതരണക്കാരൻ റഷ്യയായിരുന്നു.